അച്ഛമ്മേ ചക്ക എത്രയാണ്? ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലായിരുന്നു. ഇതെന്ത് ഈ മരം പിടിച്ചേക്കണേ? ഞാൻ മരം എന്റെ ചോട് വെച്ചിരിക്കുക. കരപ്പൻ്റെ ഇല വേണ്ടേ പച്ചനുണ്ടാക്കാൻ? കരപ്പൻ്റെ ഇല വേണ്ടേ? അതിനാണിപ്പത് ഈ കൊമ്പൊന്നായിട്ട്. കുറച്ചു പേർക്ക് മുത്തശ്ശിയുടെ കാച്ചി എണ്ണ വേണമെന്ന് പറഞ്ഞത് തൊട്ട് മുത്തശ്ശി ഇത് വൻ പ്രൊജക്റ്റ് ആയിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. മുത്തശ്ശി പിന്നെ പണ്ടേ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ പ്രായം വയ്യായി എന്നൊരു വിഷയമല്ല. മുത്തശ്ശി എല്ലാവർക്കും വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോവുകയാണ്. സുഖമില്ലാത്തൊരു മുത്തശ്ശിയാണ്. ഏതായാലും എന്നാലും വേണ്ടില്ല. എല്ലാവർക്കും തേക്ക കുറുന്തോട്ട് കിഴന്നിലേക്ക് അരച്ച് അട വെച്ചിരിക്കുന്നു. ഞാൻ അതിന്റെ ബാക്കിയാണ് ഇതൊക്കെ കൂടി ശരിയാക്കുകയാണ്. ഇതൊക്കെ നന്നായിട്ട് കഴുകണം. തലയിൽ തേക്കിണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒക്കെ വൃത്തിയാക്കണം. ഇത്രയും പേർക്ക് എണ്ണ കാച്ചുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു. എന്തായാലും മുതുമുത്തശ്ശിന്റെ രഹസ്യക്കൂട്ടുകളൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോ ഞാനായിട്ട് അതൊന്നും പുറത്തു പറഞ്ഞ് ഫലം കളയുന്നില്ല. എല്ലാം കൂടി കൂട്ടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് കാച്ചാം റെഡി ആയിട്ട്. ഓട്ടോള്ളി ആണ് ഉണ്ടാക്കേണ്ടത്, ഇല്ലാത്തതുകൊണ്ടാണ് പോയി ഇത് എടുക്കേണ്ടി വന്നത്. കുറുന്തോട്ടീൻ്റെ വേരാണത് ഇത്. ഒരുപാട് മരുന്നുണ്ട്. ഇക്കെന്നാ നിച്ചല്ല അപ്പം എന്നത്തൊക്കെയാണെന്ന് എല്ലാം ഇട്ടിട്ടുണ്ട്. ഉണ്ടാവട്ടെ സുഖമായിട്ട്. ഇനി ആളായി വരാനാണ് പണി. എത്ര നേരം ഇളക്കണം? അത് പറ്റണ്ടേ? ഇത് അതിൻ്റെ അടിയിലുള്ളത് വിരിവിരി ആവണം. അടുപ്പ് കത്തിച്ച് കണ്ട് ഇളക്കാൻ തുടങ്ങി. അതിൻ്റെ അടിയിൽ പിടിച്ചാളൂ. അതാണ് ഞാൻ പറയണത്. അടിയിൽ പിടിക്കുമ്പോൾ കരിയായി അറിയാം. കൈ വെച്ചാണ്ട് ഇങ്ങനെ ഇളക്കണം. ഇത് ചട്ടുകം ചൂടായി പോവും വേഗം. ഇതിൻ്റെ മോള് തന്ന ഒട്ടയട്ടുകാണ്. മോള് പോയി ഇന്നട്ടിച്ച് കണ്ട് ആ ചട്ടുകം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇളക്കണത്. ഈ ഒട്ടിയാട്ടുകൊന്നും പറയണ്ട മോളെ. ഈ ചട്ടുകം കാണുമ്പോൾ സങ്കടം വരികയാണ്. എൻ്റെ കുട്ടീൻ്റെ മൂത്ത മോളാണ്. അമ്മ ബേജാറാവുണ്ട്. അമ്മയ്ക്ക് ഒരു ചട്ടുകം ഞാൻ കൊണ്ടുതന്നെ, ഞാൻ മേടിച്ച് കൊണ്ടുതന്നെ. അങ്ങനെ മോളെ കണക്ക് പൈസ എവിടുന്നാ കിട്ടുക? അത് അപ്പാപ്പ ഞാൻ അത് എന്നോട് പറഞ്ഞതാ. ഈ ഇവളില്ലേ അലിമനത്തിൻ്റെ ആണ് ഇളക്കുന്നത്. ഞാൻ അതിങ്ങനെ ഇളക്കുമ്പോൾ കാണാം അത് ഇങ്ങനെ പോവും. നട്ടപ്രാന്താണ്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ബേജാറാവണ്ട, അമ്മയ്ക്ക് ഈ ചട്ടുക ഞാൻ കൊണ്ടുതരണ്ട്. അങ്ങനെ പോയിട്ട് പിറ്റേത്തെ ആഴ്ചയിൽ വരുമ്പോൾ ചട്ടുകമായിട്ട് വന്നു. അപ്പോൾ അടവിന് അവിടെ അടവിന് വാങ്ങും. ആഴ്ചയിൽ കൊടുത്താൽ മതി. എൻ്റെ കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ആവില്ല, എനിക്കറിയാം. അപ്പൊ ഞങ്ങള് നോക്കണില്ലേ? നോക്കായിട്ടല്ല മോളെ, നോക്കായിട്ടല്ല. ഊട്ടുചട്ടം കണ്ടോടുകൂടെ മരിച്ചുപോയ മൂത്ത മോളെ പറ്റി ആലോചിച്ച് മുത്തശ്ശി ആകെ സങ്കടത്തിലായി. അങ്ങനെ മുത്തശ്ശി പോയി കിടന്നു. ബാക്കി ഇളക്കലൊക്കെ നോക്കിയത് ഞാനും അമ്മയും കൂടെയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത റീലിൽ കാണാം.